സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 ും കോളുയർന്നാലും ജീവിതമാം തോണിയൊന്നു ചാഞ്ഞുലഞ്ഞാലും ഇരുനിറഞ്ഞാലും കരമറഞ്ഞാലും യേശുവന്റെ രക്ഷകനൻ ചാരയുണ്ടല്ലോ. സഹനമാമ്പൻ തിരകൾ മൂടിയെന്നാലും ദുരിതമാകും വൻചുഴികൾ ഏറി വന്നാലും എന്നെ എന്നും കാത്തിടുന്ന യേശു ഉണ്ടല്ലോ. കാറ്റടിച്ചാലും കോളുയർന്നാലും ജീവിതമാം തോണിയൊന്നു ചാഞ്ഞുലഞ്ഞാലും ഇരുനിറഞ്ഞാലും കരമറഞ്ഞാലും യേശുവന്റെ രക്ഷകനൻ ചാരയുണ്ടല്ലോ. വൻതിരകളെന്നതുപോൽ ദുഃഖങ്ങളേറി വരും. പുഞ്ചിരിക്കും ആനന്ദമായി ശാന്തത പിന്നെ വരും. വൻതിരകളെന്നതുപോൽ ദുഃഖങ്ങളേറി വരും. പുഞ്ചിരിക്കും ആനന്ദമായി ശാന്തത പിന്നെ വരും. ജീവിതത്തിൽ ആനന്ദവും ദുഃഖവും മാറി വരും. അപ്പോഴുമൻ കൂടെ നിൽക്കാൻ യേശു വന്നിടും. ജീവിതത്തിൽ ആനന്ദവും ദുഃഖവും മാറി വരും.
അപ്പോഴുമൻ കൂടെ നിൽക്കാൻ യേശു വന്നിടും. കാറ്റടിച്ചാലും കോളുയർന്നാലും ജീവിതമാം തോണിയൊന്നു ചാഞ്ഞുലഞ്ഞാലും ഇരുൾ നിറഞ്ഞാലും കരമറഞ്ഞാലും യേശുവന്റെ രക്ഷകനൻ ചാരയുണ്ടല്ലോ. വൻചുഴികളെന്നതുപോൽ പീഡകളേറി വരും. വെൺവെളിച്ചമെന്നതുപോൽ സൗഖ്യവും പിന്നെ വരും. വൻചുഴികളെന്നതുപോൽ പീഡകളേറി വരും. വെൺവെളിച്ചമെന്നതുപോൽ സൗഖ്യവും പിന്നെ വരും. ജീവിതത്തിൽ പീഡകളും സൗഖ്യവും മാറി വരും. അപ്പോഴും കൂടെ നിൽക്കാൻ യേശു വന്നിടും. ജീവിതത്തിൽ പീഡകളും സൗഖ്യവും മാറി വരും. അപ്പോഴും കൂടെ നിൽക്കാൻ യേശു വന്നിടും. കാറ്റടിച്ചാലും കോളുയർന്നാലും ജീവിതമാം തോണിയൊന്നു ചാഞ്ഞുലഞ്ഞാലും ഇരുൾ നിറഞ്ഞാലും കരമറഞ്ഞാലും യേശുവന്റെ രക്ഷകനൻ ചാരയുണ്ടല്ലോ. സഹനമാം തൻ തിരകൾ മൂടിയെന്നാലും ദുരിതമാകും വൻചുഴികൾ ഏറി വന്നാലും എന്നെ എന്നും കാത്തിടുന്ന യേശുവുണ്ടല്ലോ. കാറ്റടിച്ചാലും കോളുയർന്നാലും ജീവിതമാം തോണിയൊന്നു ചാഞ്ഞുലഞ്ഞാലും ഇരുൾ നിറഞ്ഞാലും കരമറഞ്ഞാലും യേശുവന്റെ രക്ഷകനൻ ചാരയുണ്ടല്ലോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ കർത്താവ് അവതരിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട്. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത്. ഒരു വ്യക്തിയെ തിരിച്ചറിയേണ്ടത് അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുമ്പോൾ അവിടെ സത്യമാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറഞ്ഞ് കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, ഈ ലോകത്തിലേക്ക് വരുമ്പോൾ, അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവൻ്റെ പ്രവർത്തനങ്ങളുടെ ആ ഫലങ്ങളിൽ നിന്ന് അവനെ തിരിച്ചറിയുക, അതായിരുന്നു കർത്താവിന് ആഗ്രഹം. ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ മുന്തിരി പഴമോ ഒന്നും ശേഖരിക്കുവാനാവില്ല. മുന്തിരിച്ചെടിയിൽ നിന്ന് മുന്തിരി ഫലമാണ് ഉണ്ടാകുക. ആ ഫലത്തിൽ നിന്നാണ് മുന്തിരിച്ചെടിയുടെ ആ യഥാർത്ഥ തനിമ നമുക്ക് വ്യക്തമാവുക. ഈ ആധുനിക കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പല കമ്പനികളും മാർക്കറ്റൈസ് ചെയ്യുന്നുണ്ട്. പരസ്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും പല കമ്പനികളും കൊണ്ടുവന്നെത്തിക്കുമ്പോൾ
ആ പരസ്യങ്ങളുടെ മായിക ലോകത്തിൽ വീണുപോകുന്നവർ, ആ പരസ്യങ്ങളിൽ ആകൃഷ്ടരാകുന്നവർ, യഥാർത്ഥത്തിൽ ആ പരസ്യം നമ്മുടെ മുമ്പിൽ പരസ്യത്തിലൂടെ കൊണ്ടുവരുന്ന ആ പ്രോഡക്റ്റ്, ആ വസ്തു എനിക്കെത്രമാത്രം സ്വീകാര്യമെന്ന് എനിക്ക് പറ്റാതെ പോകുന്നു. അനേക ആയിരങ്ങൾ ദൈവത്തിൻ്റെ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും കടന്നു പോകുമ്പോൾ ദൈവവചനത്തിന് വിലങ്ങുകൾ ഇട്ടിട്ടില്ല എന്ന കർത്താവിൻ്റെ വചനത്തെ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങിക്കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും കടന്നു പോകുമ്പോൾ വചനപ്രഘോഷകരും ആ വചനം ശ്രവിക്കുന്നവരും മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം എന്താണ്? ഫലത്തിൽ നിന്ന് തിരിച്ചറിയണം ആ വ്യക്തിത്വങ്ങളെ. നല്ല നാണയങ്ങളും കള്ളനാണയങ്ങളും ഈ ലോകത്തിൽ ധാരാളമുണ്ട്. ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് ദൈവത്തിൻ്റെ വഴിയിലൂടെ കടന്നു വരുന്നവർ ആ നല്ല നാണയങ്ങളുടെ അതേ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ദൈവത്തിൽ നിന്നാണ് എന്ന് ഉറപ്പ് ലഭിക്കുന്നു. കള്ളനാണയങ്ങൾക്ക് അങ്ങനെ പിടിച്ചു നിൽക്കുവാനാവുന്നില്ല. വളരെ പ്രായോഗികമായി വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് കർത്താവ് കടന്നു വന്നുകൊണ്ട് നിൻ്റെ ജീവിതം എത്രമാത്രം ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാണ് എന്നതിൻ്റെ അടയാളം എന്ന് പറയുന്നത് നിൻ്റെ പ്രവർത്തനങ്ങൾ, നിൻ്റെ സംസാരം, നിൻ്റെ വിചാരവികാരങ്ങളെപ്പോലും വിശുദ്ധമാക്കി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സാക്ഷിയെപ്പോലെ ആകുവാനുള്ള വിളിയും കൃപയും കിട്ടുന്ന നമ്മളെപ്പോലെ ഭാഗ്യപ്പെട്ടവർ മറ്റ് എവിടെയുണ്ട്? ഈ ചിന്തയിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ ഒന്ന് അപഗ്രഥിക്കാം. പ്രവർത്തന മേഖലകൾ വൈവിധ്യമുള്ളതാണ്. ഒരു കർഷകനായിരിക്കാം. കർഷകൻ ലാഭമുണ്ടാക്കുവാൻ വേണ്ടി അല്ല അധ്വാനിക്കേണ്ടത്. പകരം കർഷകൻ എന്ന് പറയുന്നത് ആ കാർഷിക മേഖല എന്നത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് കാർഷിക മേഖലയിൽ കൃത്യതയോടുകൂടി ജോലി ചെയ്യുമ്പോൾ അവൻ്റെ അധ്വാനത്തിന് ദൈവം പ്രതിഫലം കൊടുക്കും. ഇന്ന് കാർഷിക മേഖലയിൽ എത്രമാത്രം ലാഭമുണ്ടാക്കുവാൻ ലാഭക്കൊതി കടന്നു വരുമ്പോൾ, ലാഭമുണ്ടാക്കുന്ന ആഗ്രഹം കടന്നു വരുമ്പോൾ ആ കർഷകൻ്റെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്നത് ലോകത്തിൻ്റെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ലാഭമുണ്ടാക്കുവാൻ വേണ്ടി അനേകരുടെ ജീവിതങ്ങളെ കുരുതി കൊടുക്കുന്നുവെന്ന ദയനീയ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. രോഗം വരുമ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി മരുന്നുകൾ നമ്മൾ കഴിക്കാറുണ്ട്. ഔഷധം ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന യാഥാർത്ഥ്യം ഇതാണ്. ദൈവമാണ് ഔഷധങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. വിവിധ ഔഷധ ചെടികളെ കൂട്ടിക്കലർത്തി കൃത്യമായി ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് എന്ന് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിലേക്ക് ദൈവം ഓതിക്കൊടുക്കുമ്പോൾ അതൊക്കെ കൃത്യതയോട് കൂട്ടിക്കലർത്തിക്കൊണ്ട് മരുന്നുകൾ ഉണ്ടാക്കുന്ന മനുഷ്യൻ ആ മരുന്ന് ഉണ്ടാക്കുന്ന ദൈവവിളിയാണെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ കച്ചവടക്കണ്ണോടെ ലാഭക്കണ്ണോടുകൂടി ഈ ജീവൻ നിലനിർത്തുവാനുള്ള മരുന്ന് പോലും കൊടുക്കുന്നതിൽ കള്ളത്തരം കാണിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് കള്ളനാണയമാണോ സത്യനാണയമാണോ? അധ്വാനിക്കുന്നു, ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നു. ഒരു വ്യക്തി ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളത്തിൻ്റെ വലിപ്പത്തിനപ്പുറത്തേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി അതിൻ്റെ കൃത്യതയോടുകൂടി പൂർത്തീകരിക്കുവാനുള്ള മനസ്സിൻ്റെ ഭാവമെന്തെന്ന് അവൻ തിരിച്ചറിയണം. കടന്നു വരുന്നവർക്ക് ഇതാണ്. അവൻ്റെ പ്രവർത്തനത്തിൽ നിന്നാണ് അവൻ്റെ വ്യക്തിത്വം തിരിച്ചറിയുന്നത്. സമൂഹത്തിൽ, കുടുംബങ്ങളിൽ ഒക്കെ കാണുന്ന നന്മയുടെ ഭാവങ്ങൾ അറ്റുപോയ അനുഭവങ്ങളുടെ പിന്നിലെന്താ? ഒറ്റക്കാര്യം മാത്രമാണ്. ദൈവത്തിൻ്റെ മനസ്സിനോട് നീതി പുലർത്തുവാനാവാത്ത തരത്തിലേക്ക് സ്വാർത്ഥതയുടെ അനുഭവങ്ങളെ കൊണ്ടുവരുന്ന ആധുനിക മനുഷ്യൻ്റെ ഈ കള്ളത്തരങ്ങൾ. ഈ ആധുനിക കാലഘട്ടത്തിന് ഏറ്റവും അധികം കാലഘട്ടത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്ന ചിന്ത എന്താണ്? നിൻ്റെ ഫലങ്ങളാണ് നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആ മാറ്റ് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുക. കളർഫുള്ളായി നിറപ്പകിട്ടോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, കൂടുതൽ മനോഹരമായ വാക്കുകളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആകൃഷ്ടരായി
അഗ്നിനാളം കണ്ട് ഓടിയെത്തി ജീവൻ നശിപ്പിക്കുന്ന നിശാശലഭങ്ങളെ പോലെ ഈ കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ ആത്മാവിൻ്റെ സകല ചൈതന്യവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശാരീരിക ഭാവങ്ങളുടെ അടിമയായി മാറുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ കർത്താവ് നൊമ്പരത്തോടുകൂടി പറയുന്ന കാര്യം ഇത് മാത്രമാണ്. നിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ പോലെ പരിശുദ്ധമായിരിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ് നീ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ പ്രവൃത്തി നീ ചെയ്യുമ്പോൾ നിൻ്റെ പ്രവൃത്തി കൊണ്ട് ദൈവം മഹത്വപ്പെടുന്നു. ഈ യാഥാർത്ഥ്യത്തെ ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കാനും സ്വീകരിക്കുവാനും സമയം അതിക്രമിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ, തകരുന്ന കുടുംബ ബന്ധങ്ങളുടെയും പിന്നിലെന്താണ്? ഈ സ്വാർത്ഥതയുടെ അനുഭവങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പൂർണ്ണതയോളം വളരുവാനുള്ള വിളി ലഭിച്ചവർ, ആ ദൈവത്തിൻ്റെ പൂർണ്ണത ഒരു വ്യക്തിക്കുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത് കുടുംബത്തിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഭർത്താവ് കർത്താവിനെ പോലെ പൂർണ്ണത പ്രാപിച്ച് ഭാര്യയുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് ആ ഭാര്യയെ വളർത്തിയെത്തിക്കുമ്പോഴാണെന്ന് മറന്നുപോകുന്ന ഭർത്താവ് കുടുംബത്തിൽ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് ഒരു ഭാര്യയെ നയിക്കുന്നു എന്നത് പരമാർത്ഥം. ഒരു ഭാര്യ എന്ന നിലയിൽ ദൈവത്തിൻ്റെ വിളിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാര്യ പദവിയിൽ ദൈവത്തിൻ്റെ വിളിയുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഭർത്താവിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചും ഭർത്താവിനെ വിശുദ്ധനാക്കുവാൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതിക്ക് ആ ഭാര്യ പരിപൂർണമായി വിട്ടുകൊടുക്കുമ്പോൾ അവളുടെ പ്രവർത്തനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആ വിളിയിൽ നിന്ന്, ദൈവത്തിൻ്റെ സ്വീകാര്യതയിൽ നിന്ന്, ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ നിന്ന് അടർന്നു മാറുന്ന ഭാര്യാഭർത്തൃബന്ധം ഇന്ന് ശാരീരിക തലങ്ങളിലേക്ക് മാത്രം അധപ്പതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിപൂർണതയ്ക്ക് പോലും തുരങ്കം വയ്ക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ദയനീയ അവസ്ഥയിൽ കർത്താവിന് പറയാൻ ഒന്നേ ഉള്ളൂ: നിന്റെ പ്രവർത്തനങ്ങളാണ് നിന്റെ വ്യക്തിത്വത്തിൻ്റെ ഭാവങ്ങൾ. നിന്റെ വ്യക്തിത്വത്തിൻ്റെ ഭാവത്തെ ജനം തിരിച്ചറിയുന്നത്, ലോകം തിരിച്ചറിയുന്നത് നിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ അന്തരീക്ഷവും പവിത്രമാക്കുവാനുള്ള, മനോഹരമാക്കുവാനുള്ള ബാധ്യതയും സാധ്യതയുമുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ. ദൈവത്തിൻ്റെ വഴിയിലായിരിക്കുന്ന ഭാര്യയും ഭർത്താവും അവർ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ വിശുദ്ധിയോളം വളരുവാനുള്ള വിശുദ്ധമായ ദൈവിക പദ്ധതിയുടെ ഭാഗമായ ആ കുടുംബജീവിതത്തിൽ അവരുടെ ബന്ധത്തിൽ പിറക്കുന്ന മക്കൾ നന്മയുടെ ഭാവങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ നന്മയുടെ ഫലങ്ങളാണെങ്കിൽ ആ നന്മയുടെ ഫലങ്ങൾ ആകത്തുകയായി മക്കൾ ഏറ്റെടുത്തുകൊണ്ട് ആ മക്കളുടെ ആ ജീവിതത്തിലൂടെ മാതാപിതാക്കന്മാരുടെ തനി സ്വഭാവം വ്യക്തമാക്കപ്പെടുന്നു. നന്മയുള്ള മാതാപിതാക്കന്മാർ, വിശുദ്ധിയുള്ള മാതാപിതാക്കന്മാർ, ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള മാതാപിതാക്കന്മാർ ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ വളരാനുള്ള സാധ്യതയുള്ള മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോൾ കുടുംബം സ്വർഗമായി മാറുകയാണ്. കുടുംബവും സമൂഹവുമൊക്കെ ഇങ്ങനെയാണ് വിശുദ്ധമാവുക. ഏത് പ്രവർത്തന മേഖലകളിലാണെങ്കിലും ആ പ്രവർത്തന മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ സ്വീകാര്യതയ്ക്ക്, ദൈവത്തിൻ്റെ ആ സ്വപ്നമെന്ന പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തരുത് എന്ന് മാത്രമല്ല, ആ പൂർണ്ണതയോളം വളരാനുള്ള കൊതി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, ആഗ്രഹം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. കർത്താവിൻ്റെ സ്വപ്നം വലുതാണെന്ന് തിരിച്ചറിയാം. ഇവിടെ ലോകം നൽകുന്ന സ്വാധീനങ്ങളിൽ, ലോകത്തിൻ്റെ താല്പര്യങ്ങളിൽ, ലോകം നൽകുന്ന കുറുക്കുവഴികളിൽ കുടുങ്ങിപ്പോകാതെ ദൈവം നൽകുന്ന ദൈവത്തോളം വളരുവാനുള്ള സാധ്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തനങ്ങളെ വിശുദ്ധീകരിക്കുവാനുള്ള ദൈവിക ആഹ്വാനമാണിത്. ദൈവിക പദ്ധതിയാണിത്. ദൈവിക സ്വപ്നമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തിയിൽ നിന്ന്, നമ്മുടെ പ്രവർത്തകളിൽ നിന്ന് നമ്മുടെ വ്യക്തിത്വം തിരിച്ചറിയുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ സ്വീകാര്യതയാണോ ലഭിക്കുക, സമൂഹത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കണമെന്ന് ദൈവത്തിൻ്റെ സ്വീകാര്യതയാണോ ലഭിക്കുക, അതോ ദൈവത്തിൻ്റെ തിരസ്കരണമാണോ ലഭിക്കുക എന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ട കാര്യമാണ്. പരാതികളും പരിഭവങ്ങളും ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ആ പരിപൂർണതയോട് ചേർന്ന് നിൽക്കാതെ വരുന്ന സാഹചര്യങ്ങളിലാണെന്ന് തിരിച്ചറിയാനുള്ള സമയം അതിക്രമിച്ചിരിക്കും. ഇവിടെ ശ്രദ്ധയോടുകൂടി ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയാണ് യാചിക്കേണ്ടത്. ദൈവാത്മാവിൻ്റെ നിറവാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ
അത് കൃത്യതയോടുകൂടി ചെയ്യുവാൻ, പൂർണ്ണതയോടുകൂടി ചെയ്യുവാൻ, അവിടെയാണ് ദൈവം നമ്മളിൽ നിന്നും എന്ത് ഫലമാണോ പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുക, ആ ഫലം യഥാർത്ഥത്തിൽ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന ബോധ്യത്തിലേക്ക് വരുവാനുള്ള സമയം എന്ന് പറയുന്നത്. നന്മ എന്ന് പറയുന്നത് ദൈവവിളിയുടെ മനോഹാരിത, ആ പൂർണ്ണത പ്രാപിക്കുവാനുള്ള, ആ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള, ശ്രേഷ്ഠമായി ജീവിക്കുവാനുള്ള ആ ഒരു തിരിച്ചറിവാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ഈ ബോധ്യം കൈമോശം വന്നു പോകുമ്പോൾ ആധുനിക ലോകത്തിന് എവിടേക്ക് പോകണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് സംസാരിക്കണമെന്നറിയില്ല. അങ്ങനെ അസ്വസ്ഥമാകുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞു, ഇതാ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരായ ഒരു ജനത്തെ ഞാൻ കാണുന്നു. ഇടയനില്ലാത്ത ആടുകളുടെ പരിഭ്രാന്തി എന്ന് പറയുന്നത് അവർക്ക് പച്ച വിരിച്ച പച്ചപ്പുള്ള പുൽത്തകടികളിൽ ആഹാരം ലഭിക്കുന്നില്ല, ക്രൂരമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നില്ല, എവിടേക്ക് പോകണമെന്നറിയില്ല, സ്വച്ഛമായ ജലാശയങ്ങളിലേക്ക് അവരെ നയിക്കുവാൻ ആളില്ലാതെ വരുന്നു. അങ്ങനെയുള്ള മേഖലകളിലൂടെ അസ്വസ്ഥമായി നീങ്ങുന്ന കുറേയധികം പ്രിയപ്പെട്ട മക്കളുടെ ജീവിതങ്ങളെ കണ്ടുകൊണ്ട് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന യാഥാർത്ഥ്യം ഇതാണ്. നിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, നിൻ്റെ ഫലങ്ങളിൽ നിന്ന് നിൻ്റെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് നീ എന്ന് തിരിച്ചറിയണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന അനുഭവം. വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതുതന്നെയാണ്. കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതും ഇതുതന്നെയാണ്. അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് അവൻ്റെ പ്രവൃത്തി ചെയ്തപ്പോൾ ആ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് ഇവൻ തീർച്ചയായും ഒരു സാധാരണ ഒരു റബ്ബിയെ പോലെയല്ല, ഞങ്ങൾ റബ്ബിമാരെ പോലെയല്ല ഇവൻ സംസാരിക്കുന്നത്, അധികാരമുള്ളവനെ പോലെ ഇവൻ സംസാരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ ജനം മുഴുവനും അവനിലേക്ക് ആകൃഷ്ടനായി എങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ വ്യക്തിത്വത്തെ ആ ജനത്തിന് ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചു. ഈ കാലഘട്ടത്തിൽ ദൈവം എന്നെയും നിങ്ങളെയുമാണ് ഈ ദൗത്യം ഏൽപ്പിച്ച് വിളിച്ചിരിക്കുന്നത്. എൻ്റെ പ്രവർത്തന മേഖലകളിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ വിചാരവികാരങ്ങളിൽ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കാര്യം, എനിക്ക് ലഭിച്ചിരിക്കുന്ന വിളി തിരിച്ചറിഞ്ഞുകൊണ്ടാണെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ദൈവം മഹത്വപ്പെടുന്നു. മറിച്ചായാൽ എൻ്റെ ദൈവത്തെ ഞാൻ അവഹേളിക്കുന്നു. പ്രവർത്തന ബാഹുല്യം നിമിത്തം ലക്ഷ്യം മറന്ന് വിളിയുടെ അർത്ഥം മറന്ന് നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊരിക്കൽ കൂടി ശാന്തമായി അവൻ്റെ പാദത്തെങ്കിലേക്ക് മടങ്ങി വരാം. എന്ത് ചെയ്തു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എപ്രകാരം ചെയ്തു എന്നത് പ്രധാനപ്പെട്ട കാര്യം. ശിഷ്യന്മാർ 12 പേര്, വ്യത്യസ്തമായ കഴിവുകളുള്ളവർ. ആ 12 ശിഷ്യന്മാരെയും ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുക്കുവാൻ ഏൽപ്പിക്കുമ്പോൾ താരതമ്യങ്ങളോ സമാനതകളോ ഒരിക്കലും നോക്കാത്ത ഒരു കർത്താവ്, ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ വളർത്തി പൂർണ്ണത പ്രാപിക്കുവാൻ കൊതിക്കുന്ന ഒരു കർത്താവ്. ഇവിടെ മത്സരങ്ങൾ, താരതമ്യ പഠനങ്ങൾ ഒക്കെ തേടിപ്പോകുമ്പോൾ എൻ്റെ സഹോദരനെ പോലെ ഞാൻ ശ്രേഷ്ഠനല്ല എന്ന് ചിന്തിച്ചു പോകുന്നു. എൻ്റെ സഹോദരിയെപ്പോലെ എനിക്ക് അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. ഈ അപകടം എൻ്റെ വ്യക്തിജീവിതത്തിൽ തിന്മയുടെ ഭാവങ്ങൾ കൊണ്ടുവരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോളം വളരാൻ എനിക്ക് സാധിക്കാതെ പോകുന്നു. താരതമ്യങ്ങളും സമാനതകളുമില്ലാത്ത ജീവിതമാണ് നമ്മുടേതെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാം അധ്യായം 15-16 വാക്യങ്ങളിലൂടെ കർത്താവിന് പറയാൻ അത് മാത്രമാണുള്ളത്. നിന്റെ വ്യക്തി ജീവിതം അത് എൻ്റെ കരങ്ങളിൽ, ഇതാ എൻ്റെ കൈവെള്ളയിൽ നിന്റെ പേര് ഞാൻ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നു. അവൻ്റെ കരങ്ങളിൽ എൻ്റെ പേര് ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ആ വ്യക്തിപരമായ അടുപ്പം കർത്താവ് കാണിക്കുകയാണ്. ഞാനെന്ന വ്യക്തി, അവൻ്റെ കൈവെള്ളയിൽ രേഖപ്പെടുത്തപ്പെട്ട വ്യക്തി, എനിക്ക് വേണ്ടി മാത്രം പ്രത്യേക ദൗത്യം എന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ സംസാര രീതികൾ, എൻ്റെ പെരുമാറ്റ ശൈലികൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ വിചാരവികാരങ്ങൾ അവൻ്റെ വഴികളോട് ചേർത്ത് വച്ചാൽ മാത്രം മതി. അവൻ്റെ വഴികളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് അർത്ഥമില്ലാതെ പോകുന്നു. അവൻ്റെ വഴികളോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നു.
ഇവിടെ സഹോദരനെ പോലെ ആവുകയല്ല, നിന്റെ ദൈവത്തെ പോലെ ആവുക. നിന്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നീ ചെയ്യുക. അങ്ങനെ നിന്റെ പ്രവർത്തനത്തിലൂടെ, നിന്റെ പ്രവൃത്തിയിലൂടെ നിന്റെ വ്യക്തിത്വം വെളിപ്പെടുമ്പോൾ ആ വ്യക്തിത്വത്തിൻ്റെ ഭാവങ്ങളിലൂടെ നിന്റെ ദൈവമായ കർത്താവ് മഹത്വപ്പെടുന്നു. ആ മഹത്വം ദൈവത്തിന് ലഭിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് എൻ്റെ ഹൃദയത്തിലെ സമാധാനം. കർത്താവ് ശിഷ്യന്മാരിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ അവസാനമായി പറയുന്ന കാര്യം അത് തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ലോകാവസാനം വരെ നിങ്ങളെ നയിക്കുവാൻ എൻ്റെ ആത്മാവിനെ വിട്ടു തന്നിട്ടാണ് ഞാൻ പോവുക. അവൻ നിങ്ങളെ നയിക്കും. ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ്, ദൈവാത്മാവിൻ്റെ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് ആ പ്രവർത്തനങ്ങളോട് 100% ചേർന്ന് നിൽക്കുവാൻ ആര് കൊതിക്കുന്നുവോ അവനാണ് വിശുദ്ധനും വിശുദ്ധയുമാകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, നമുക്ക് പരാജയങ്ങളുണ്ട്, കുറവുകളുണ്ട്. എന്തിനാണ് ഇതൊക്കെ ദൈവം അനുവദിക്കുക? നമ്മളെ തള്ളിക്കളയുന്നതല്ല. ദൈവത്തിൻ്റെ വഴി വിടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥത, ദൈവത്തിൻ്റെ വഴിയിലൂടെ അല്ലാതെ നമുക്ക് ശ്രേഷ്ഠരാകുവാനാവില്ല എന്ന ബോധ്യം അതെൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം വെച്ചു തരുമ്പോൾ, ഒരു നിമിഷം വഴി പിണയുമ്പോൾ ആ വഴിയിൽ നിന്ന് വീണ്ടും സത്യത്തിൻ്റെ വഴിയിലേക്ക് വരാൻ, ലോകത്തിലെ സ്വാധീനങ്ങളിൽ പെടാതെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുവാൻ എന്നെ പ്രചോദിപ്പിക്കുവാനും പ്രേരിപ്പിക്കുവാനും ആ സഹനത്തിന് പോലും അർത്ഥം നൽകുന്ന ഒരു പൊന്നുതമ്പുരാനാണ് എൻ്റേതെന്ന് മനസ്സിലാക്കാൻ, ജീവിതത്തിൽ സഹനങ്ങളും നൊമ്പരങ്ങളും തിരസ്കരണങ്ങളുമൊക്കെ അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അസ്വീകാര്യതയായി ആരും കണക്കാക്കരുതേ എന്ന ഒരു സന്ദേശമാണ് ഈ സമയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ വഴികളിൽ പോലും, സഹനത്തിൻ്റെ വഴികളിൽ പോലും നിൻ്റെ സംസാരവും പ്രവൃത്തിയും നിൻ്റെ വിചാരവികാരങ്ങളും ദൈവത്തിന് വിധേയപ്പെടുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ നീയാണ് വിശുദ്ധൻ, നീയാണ് വിശുദ്ധ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധിയിലേക്ക് വളർന്നെത്തുവാനുള്ള കൃപയാചിച്ചുകൊണ്ട് നന്മയോടെ, ശ്രേഷ്ഠതയോടെ, പ്രതീക്ഷയോടെ, സ്വപ്നങ്ങളോടെ ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിത്വത്തെ അവതരിപ്പിക്കുമ്പോൾ ദൈവത്തിന് മഹത്വവും നമുക്ക് നന്മയും കൈവരുന്നു. ഈ നന്മ ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന